Hi friends, welcome back to my Yuri's Craft. ഇന്ന് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു ക്യൂട്ട് ഹെയർ ക്ലിപ്പാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ റെയിൻബോ കളറിലുള്ള ഒരു നെറ്റിൻ്റെ ക്ലോത്താണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ സെൻറ്ററിൽ വെക്കാനായിട്ട് ഇതുപോലെ ഷൈനിങ് ആയിട്ടൊരു ബട്ടൺസ് വേണം. പിന്നെ അതിൻ്റെ ബാക്കിൽ വെക്കാൻ വേണ്ടിയിട്ട് ഒരു മെറ്റലിൻ്റെ ക്ലിപ്പും. ഇത് രണ്ടും ജോയിൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു ചെറിയ ഒരു ഫെൽറ്റിൻ്റെ ക്ലോത്ത് ഒരു ഓവൽ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് ചുറ്റും വെക്കാൻ പറ്റുന്ന കുറച്ച് അല്ലികളും നമുക്ക് എടുക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് ഈ നെറ്റിൻ്റെ ക്ലോത്ത് ഒരേ സൈസിലുള്ള 2 പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിൽ ഇത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ 10 സെൻറ്റിമീറ്റർ വീതിയും 15 സെൻറ്റിമീറ്റർ നീളത്തിലും ഉള്ള 2 പീസാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും ഒരേപോലെ എടുത്തു വെച്ചതിന് ശേഷം നമുക്ക് അതിൻ്റെ സെൻറ്ററിൽ കൂടെ നീളമുള്ള ഭാഗത്തു കൂടെ വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. നിങ്ങൾക്ക് ഫാബ്രിക് ഗ്ലൂവോ അല്ലെങ്കിൽ ഹോട്ട് ഗ്ലൂവോ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്കൊരു ബോയുടെ ഷേപ്പാണ് കിട്ടേണ്ടത്. അപ്പോൾ ഇതേപോലെ തന്നെ നേരെ നടുക്കൂടെ നമുക്ക് മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതേപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഒന്ന് വലിച്ചു മുറുക്കി അത് ഇങ്ങനെ ഒന്ന് പിടിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് ടൈറ്റായിട്ട് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് ഹോട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തെടുത്താലും മതിയാകും. അപ്പോൾ 1-2 തവണ ഇതുപോലെ ടൈറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ആ നൂല് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമ്മുടെ ഹെയർ ബോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ സൈഡിലൊക്കെ നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് നിങ്ങൾക്ക് ഇറഗുലർ ഷേപ്പിൽ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഒന്ന് കട്ട് ചെയ്തിട്ട് നിങ്ങൾക്കൊന്ന് കറക്റ്റാക്കി അതിൻ്റെ വലിപ്പം കറക്റ്റാക്കി എടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ആദ്യത്തെ ബോ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ സെക്കൻഡ് പീസ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഈ ആദ്യത്തെ ബോ ഈ ഒരു പീസിന് മുകളിലേക്ക് വെച്ചിട്ട് അതിൻ്റെ സൈഡിൽ കുറച്ച് വീതി വരുന്ന രീതിയിൽ ഒരു എക്സ്ട്രാ കുറച്ചും കൂടെ വരുന്ന രീതിയിൽ വേണം നമുക്ക് ഇതേപോലെ 2 പീസാണ് ഇതിനും വേണ്ടത്. ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. അതുപോലെ സ്റ്റിച്ചിങ്ങും എല്ലാം ഇതേപോലെ തന്നെ സെയിം ആണ്. അതുകൊണ്ട് ഞാനത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല. അപ്പോൾ നമ്മുടെ 2 പീസ് ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഒരു വലിയ പീസും ചെറിയ പീസുമാണ്. ഇത് രണ്ടെണ്ണവും നമുക്ക് ഒന്ന് ഒട്ടിച്ചെടുക്കാം. നിങ്ങൾക്ക് തയ്ച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതേപോലെ കുറച്ച് ഹോട്ട് ഗ്ലൂ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്കായി ചെറിയ പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇനി നമുക്ക് അതിൻ്റെ സെൻറ്റർ പീസ് അറേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഈ കുറച്ച് അല്ലികൾ ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ സെൻറ്ററിൽ കുറച്ച് ഗ്ലൂ വെച്ച് ഞാൻ ഓൾറെഡി ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് അതിനകത്ത് ഒട്ടിച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതേപോലെ 2 പീസ് എടുത്തതിന് ശേഷം കുറച്ചും കൂടെ ഹോട്ട് ഗ്ലൂ അവിടെ അപ്ലൈ ചെയ്തിട്ട് 2 സൈഡിലായിട്ട് വിടർന്നു വരുന്ന രീതിയിൽ നമുക്ക് ഈ അല്ലികളൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഈ അല്ലികളെ ഒട്ടിച്ചതിന് ശേഷം അതൊന്ന് ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ബട്ടൺസോ എന്തെങ്കിലും നിങ്ങൾക്ക് ഇതേപോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ഹാർട്ടിൻ്റെ ഷേപ്പിലുള്ള ഒരു ഷൈനിങ് ബട്ടണാണ് എടുത്തിട്ടുള്ളത്. അത് ഇതിൻ്റെ സെൻറ്ററിൽ വരുന്ന രീതിയിൽ നമുക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ ബോ എല്ലാം റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആ ക്ലിപ്പിലേക്ക് ഇതെങ്ങനെയൊന്ന് അറ്റാച്ച് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ എൻ്റെ നേരത്തെ വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഞാൻ കുറേ ഹെയർ ക്ലിപ്പുകളുടെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ചെയ്തിരിക്കുന്ന പോലെ തന്നെ നമുക്ക് ചെറിയൊരു പീസ് ഫെൽറ്റ് ക്ലോത്ത് ഇതേപോലെ 2 പീസായിട്ട് അതിൻ്റെ നടുക്കൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ഒരു ചെറിയ സ്ലിറ്റ് ഇട്ടിട്ട് നമ്മുടെ ഈ ഒരു മെറ്റൽ ക്ലിപ്പ് അതിനകത്തൂടെ ഒന്ന് കടത്തി വെച്ച് വിടുക. അതിനുശേഷം നമുക്ക് കുറച്ച് ഗ്ലൂ വെച്ചിട്ട് ആ ക്ലിപ്പിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. പിന്നെ അതിന് മുകളിലായിട്ട് വീണ്ടും നമുക്ക് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം
അത് നമ്മുടെ ബോയിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് നാളും കൂടെ നമുക്കിങ്ങനെ ഉപയോഗിക്കാൻ പറ്റും. പെട്ടെന്ന് ഇളകി പോകത്തൊന്നുമില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഡയറക്റ്റായിട്ട് നമ്മൾ ഈ ക്ലിപ്പ് അറ്റാച്ച് ചെയ്ത് വിട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ഇളകി പോരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. വീണ്ടും ഇതുപോലെ നല്ല വീഡിയോസുമായി ഞങ്ങൾ വരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്.